വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 3.8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. വികാസ് വാണി ജംഗ്ഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 4 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് വന്നിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്കിനി വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസ് നോക്കാം. കോമ്പിനേഷൻ എലിവേഷനിൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും CNC കട്ടിങ്ങും സ്ക്വയർ ട്യൂബ് വർക്കും ഒക്കെ നൽകിയാണ് ഈ വീടിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. 4 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ടെക്സ്ചർ വർക്കും 4-way ലൈറ്റും സ്ക്വയർ ട്യൂബ് ഡിസൈനും ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റും നൽകിയിട്ടുണ്ട്. 4.3 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഗേറ്റും വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 18 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 7 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് ഭംഗിയുള്ള ഒരു ഗാർഡനും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ സിറ്റ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് സൈഡിൽ ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർഷ്യോ ഈ സൈഡിലാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ സിറ്റ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. 4 സൈഡും അത്യാവശ്യം സ്പേസ് ഇട്ട് തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9 അടിയോളം നീളവും 3 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കോർണറിലായി വന്നിരിക്കുന്ന പില്ലറിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ട് ഭംഗിയുള്ള ഹാൻഡിലൊക്കെ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ള വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു L ഷേപ്പ് കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ കിട്ടുന്നുണ്ട്. ഈസ്റ്റ് സൈഡ് വാളിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനാണ് TV യൂണിറ്റ് വരുന്നത്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് CNC കട്ടിങ്ങും ഒക്കെ വന്ന് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു പാനലിംഗ് ലഭിക്കുന്നുണ്ട്. പാനലിംഗ് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം ഡക്ക സ്പേസും വന്നാണ് വന്നിരിക്കുന്നത്. വുഡൻ ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു പാനലിങ്ങിന് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്.
ബാക്ക് സൈഡിലും സൈഡ് വാളിലും ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് വലുപ്പമുള്ളൊരു മിററും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ ഏരിയ വരുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. 13 അടിയോളം നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന പാർശ്വമാണ് എൻ്റെ പിന്നിലായിട്ട് കാണുന്നത്. പാഷ്യോയുടെ ഫ്ലോറിങ് ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് സീറ്റിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബിൽ വർക്കൊക്കെ ചെയ്ത് മുകളിലായിട്ട് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് വാട്ടർ ഫൗണ്ടൻ വരുന്നുണ്ട്. ഇരുവശങ്ങളിലുമായിട്ട് നാച്ചുറൽ പ്ലാന്റും പെബിൾസും ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ട്രാക്ക് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും വരുന്നത്. ബെഡ്റൂമിൻ്റെ ഈ സൈഡിലായിട്ടുള്ള വോളിൽ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകി ഗോൾഡൻ സ്ട്രിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും വീഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടും നമുക്ക് ഒരു ക്രോക്കറി യൂണിറ്റും താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ അത്യാവശ്യം സ്പോട്ട് ലൈറ്റും നല്ലൊരു ഡിസൈനും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ കൊടുത്ത് അതിൽ സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് 9 അടിയിലേറെ നീളവും 9 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് തന്നെ ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. ഓപ്പൺ ബോക്സിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ ധാരാളം പവർ പോയിന്റ് നമുക്ക് ഈ ഒരു കിച്ചണിലായിട്ട് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 9 അടിയോളം നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കൗണ്ടർ സ്പേസ് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഫുള്ളി കവർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഈസ്റ്റിലേക്ക് ഒരു ഡോറും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 12 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. 11 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു കോർണറിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും വരുന്നുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റ് തന്നെയാണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡിൻ്റെ പോർഷൻ മാറ്റ് ഫിനിഷ് ടൈലിലാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിനോട് ചേർന്ന് വോളിലായിട്ട് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സീലിംഗ് പോർഷനിലേക്ക് വരുവാണെങ്കിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. 20 അടിയോളം നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നോർത്തിലേക്ക് 4 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്.
അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഒരു സൈഡിലേക്ക് മാറിയാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ വരുന്നത്. സൗത്ത് സൈഡ് വോളിലായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും സൈഡിൽ ഡക്ക സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റും എല്ലാം നൽകിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസും വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഒരു സൈഡിലേക്ക് മാറി ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 12.5 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു കോർണറിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ മുകളിലായിട്ട് എക്സ്ട്രാ സ്റ്റോറേജും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ വാഷ് കൗണ്ടറും ഒരു മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഹീറ്റിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനും ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഹീറ്റിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 13 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഒരു സൈഡിൽ നിന്നാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 20 അടിയോളം നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയുള്ളൊരു ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലും CNC കട്ടിങ്ങിൻ്റെ ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന 2 പില്ലറുകളിലും ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്ലാന്റ് ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 850 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 3.8 കിലോമീറ്റർ, കാക്കനാടേക്ക് 5.2 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 7.3 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 2.6 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 4.5 കിലോമീറ്റർ, തൃപ്പുണിത്തുറയിലേക്ക് 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയ ഈ വീടിന് ചോദിക്കുന്നത് 1 കോടി രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.